Hi dear students, Complex Numbers and Quadratic Equations എന്ന ചാപ്റ്ററിൻ്റെ 6ാമത്തെ സെഷനിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ ആൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സിലെ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ എന്ന 2 ഓപ്പറേഷൻസ് പഠിച്ചു കഴിഞ്ഞു. അതിലെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു പുതിയ ഓപ്പറേഷനുമായിട്ടാണ് വരുന്നത്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, നമുക്ക് സാധാരണ തുടങ്ങുന്നത് പോലെ എക്സാമ്പിൾസ് വെച്ചിട്ട് ആരംഭിക്കാം. ഞാൻ ആദ്യം ഇവിടെ 2 കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഓക്കെ, ലെറ്റ് us സ്റ്റാർട്ട്. ഞാൻ വളരെ സിമ്പിളായിട്ട് ഇവിടെ 2 കോംപ്ലക്സ് നമ്പർ എഴുതുന്നു. 2 + 3i × 1 + 5i ആണ് ആദ്യത്തെ ഒരു ചോദ്യം. 2 + 3i × 1 + 5i. ഇങ്ങനെ 2 കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എങ്ങനെ തുടങ്ങും? നമുക്കറിയാം 2 നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ട്, അല്ലേ? x + a × x + b എന്നുള്ള പോളിനോമിയൽ എക്സ്പ്രഷൻസ് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? സാധാരണ 2 മൾട്ടിപ്ലിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ 2 × 1 ചെയ്യും. എല്ലാവർക്കും അറിയാം 2 × 1 എന്താണ്. 2 × 1 2 എന്ന് എഴുതും, അല്ലേ? പിന്നീട് നമ്മൾ ഈ 2 തന്നെ ആദ്യം നമ്മൾ ചെയ്തത് ഈ 2 × 1 ചെയ്തു. പിന്നീട് ചെയ്യേണ്ടത് 2 × 5i. രണ്ടും പ്ലസ് ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല, 2 × 2 പ്ലസ് ആണ്, അതുകൊണ്ട് 10i എന്ന് വരും, അല്ലേ? 10i. 2 × 5i 10i ആണ്. 2 കൊണ്ടുള്ള 2 ഓപ്പറേഷൻസും കഴിഞ്ഞു. ഇനി അടുത്തത് 3i × 1 ആണ്. എന്താ 3i × 1? പ്ലസ് തന്നെയാണ്, അല്ലേ? പ്ലസ് 3i എന്ന് വരും. അവസാനത്തെ ടേംസ് ഒന്നുകൂടി ശ്രദ്ധിക്കണം. 3i × 5i ആണ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? 15i² എന്ന് എഴുതാം. എന്തെഴുതാം? 15i². ഇത് 5 × 3 15, i × i². പ്രത്യേകം മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ്, ഈ ചാപ്റ്ററിൻ്റെ എന്താ പറയുക, എസെൻസ് എന്ന് പറയുന്നത് ഈ i² ആണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഈ 2 അതേപോലെ അങ്ങ് എഴുതാണ്. 2 + ഇത് 2 വേണമെങ്കിൽ നമുക്ക് ക്ലബ് ചെയ്യാം. 10i-യും 3i-യും ചെയ്താൽ 13i എന്ന് കിട്ടും. പക്ഷേ ഈ i² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, -1 ആണ്. അത് മറക്കരുത്, ഒരിക്കലും മറക്കരുത്. ഇനി ഓരോന്നിനും -1 എന്ന് എഴുതും. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എഴുതും. എങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എഴുതും? 2 - 15 എന്ന് എഴുതും. കണ്ടോ? +15 എന്നല്ല, -15. പിന്നെ ബാക്കിയുള്ളത് 13i അതേപോലെ അങ്ങ് എഴുതും. സോ ദ ആൻസർ ഈസ് വാട്ട്? 2 - 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -13 + 13i എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. 2 മൾട്ടിപ്ലിക്കേഷൻ, 2 കോംപ്ലക്സ് നമ്പറിൻ്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 4 ടേംസ് ആണ് ആദ്യം കിട്ടുക. അതിൽ റിയൽ പാർട്ട് ഇത് ആക്ച്വലി റിയൽ ആണ് കേട്ടോ. റിയൽ പാർട്ട് ക്ലബ് ചെയ്തു, ഇമാജിനറി ക്ലബ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ വീണ്ടും ഒരു കോംപ്ലക്സ് നമ്പർ തന്നെയാണ്, അല്ലേ? 2 കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു കോംപ്ലക്സ് നമ്പർ തന്നെ ആൻസർ കിട്ടും. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ കൂടെ പറയാം, ശ്രദ്ധിച്ചോളൂ. 2 - 5i × 3 + 6i. നന്നായി ശ്രദ്ധിച്ചിരിക്കണം. ഏത് കോംപ്ലക്സ് നമ്പർ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം എഴുതേണ്ടത് 2 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 × 3 രണ്ടും പ്ലസ് തന്നെ ആയതുകൊണ്ട് പ്ലസ് തന്നെ വരും, അല്ലേ? 2 × 3 + 6 തന്നെ വരും. അടുത്തത് 2 രണ്ടും പ്ലസ് ആണ്, അതുകൊണ്ട് ഞാൻ പ്ലസ് തന്നെ ആദ്യം എഴുതി വെക്കുകയാണ്. 2 × 6 12, അല്ലേ? 12i എന്ന് എഴുതണം. അവിടെ i ഉള്ളത് കൊണ്ട് 12i എന്ന് എഴുതി. അടുത്തത് -1 മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. ഇപ്പോൾ -15 പറഞ്ഞു നോക്കൂ, i എന്നുണ്ടാവും. അവിടെ i ഇല്ലേ, അതുകൊണ്ട് i എന്നുണ്ടാവും. അവസാനത്തത് വീണ്ടും മൈനസും പ്ലസും ആയതുകൊണ്ട് മൈനസ് ആണ്. 5 6, അല്ലേ? 5 × 6 30i² എന്ന് എഴുതാൻ മറക്കരുത്. ഇനി നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ 6 ആദ്യം എഴുതി, റെഡി അല്ലേ? ഈ 6ൻ്റെ കൂടെ ഞാൻ എഴുതാൻ പോകുന്നത് ഈ -30i. i² എന്ന് പറഞ്ഞാൽ -1 ആയത് കാരണം ഇത് +30 എന്നായിട്ട് മാറും. മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ അടുത്തടുത്ത് എഴുതാണ് 6 + 30. ക്ലിയർ ആണല്ലോ? ഈ 6 ഇവിടെ എഴുതി, ഇത് +30, i² -1 ആയത് കാരണമാണ് ഇത് അടുത്തടുത്ത് എഴുതിയത്. ബാക്കി 2 നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആണ്, അല്ലേ? 12i - 15i. 12ൽ നിന്ന് 15 പോയാൽ നമുക്കറിയാം എത്രയായിരിക്കും? -3i എന്ന് കിട്ടും. അപ്പോൾ എന്തായിരിക്കും ആൻസർ? 36 എന്ന് കിട്ടി, അല്ലേ? 36 - 3i എന്നാണ് നമ്മുടെ ഈ പ്രോഡക്റ്റിൻ്റെ ആൻസർ. അങ്ങനെ ഏത് ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഇതിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഇതല്ല, ഇവിടെ നിന്നാണ് എഴുതേണ്ടത്. ആദ്യം ഹെഡിങ് എഴുതുന്നു, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. എന്നിട്ട് എഴുതുന്നു ലെറ്റ് z1 = a + ib and z2 = c + id. സാധാരണ തുടങ്ങുന്നത് പോലെ തന്നെ
B2 കോംപ്ലക്സ് നമ്പേഴ്സ് ഇതാണ് ആദ്യം എഴുതേണ്ടത്. എക്സാമ്പിൾ ആദ്യം എഴുതി വെക്കരുത് കേട്ടോ. Z1, Z2 B2 കോംപ്ലക്സ് നമ്പേഴ്സ്. ദെൻ നിങ്ങൾ മാർജിനിൽ എഴുതരുത് കേട്ടോ, ഇത് മാർജിൻസ് ചുമ്മാ ഉള്ള മാർജിനാണ്. Z1 ഇൻറ്റു Z2 ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? A+IB ഇൻറ്റു C+ID. ഞാൻ 2 എക്സാമ്പിൾസ് സൈഡിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജനറലായിട്ട് എഴുതുന്നത്, ജനറൽ എക്സാമ്പിൾസ് ആണ് ഇവിടെ എഴുതുന്നത്. A+IB ഇൻറ്റു C+ID ഞാൻ എഴുതിക്കോളൂ. ആദ്യം A ഇൻറ്റു C അല്ലേ, AC എന്ന് എഴുതും. പിന്നീട് AID എന്ന് എഴുതണം അല്ലേ, AID അതേപോലെ എഴുതാണ്. അടുത്തത് IBC, അവസാനത്തത് I²BD എന്ന് എഴുതും. I², IBID അല്ലേ, I²BD. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പം AC എന്ന് എഴുതി. ഈ I²BD ഞാൻ ഇവിടെ കൊണ്ട് എഴുതാണ്, -BD എന്ന് എഴുതി, പ്ലസ് I എഴുതി. ഐയുടെ കൂടെ ആരൊക്കെ ഉണ്ട് നോക്കൂ, AD പ്ലസ് BC ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇതോടുകൂടി ആൻസർ ആയി. റിയൽ പാർട്ടിന് ബ്രാക്കറ്റ് കൊടുക്കുന്നു, ഇമാജിനറി പാർട്ടിന് ബ്രാക്കറ്റ് കൊടുക്കുന്നു. അപ്പോൾ AC - BD ഇൻറ്റു I ഇൻറ്റു AD പ്ലസ് BC. ഇത് കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല, ജസ്റ്റ് അതിൻ്റെ പ്രൊസീജിയർ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. Z1 A+IB, Z2 C+ID B2 കോംപ്ലക്സ് നമ്പേഴ്സ്. ദെൻ Z1 ഇൻറ്റു Z2 A+IB ഇൻറ്റു C+ID. ആദ്യം AC എഴുതുന്നു, പ്ലസ് IAD അല്ലേ, അല്ലെങ്കിൽ AID പ്ലസ് IBC പ്ലസ് I²BD. ശരിയല്ലേ? ഈ I²BD I²ന്റെ പ്രസൻസ് കൊണ്ട് അത് നെഗറ്റീവ് ആകുന്നു. അതുകൊണ്ട് AC-യുടെ അടുത്ത് നമ്മൾ റിയൽ പാർട്ടാണ്, ഇത് പ്യുവർലി റിയൽ ആണ്. അതുകൊണ്ട് ഈ റിയലും അടുത്തടുത്ത് എഴുതി. പിന്നീട് ഐയുടെ ടേംസ് ഇവിടെ AD ഉണ്ട്, പ്ലസ് BC രണ്ടും അടുത്തടുത്ത്. ഇത്രയും എഴുതിയതിൻ്റെ ശേഷം നമ്മൾ എക്സാമ്പിൾ 1 എന്ന് എഴുതിയിട്ട് ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, എക്സാമ്പിൾ 1 2 + 3i ഇൻറ്റു 1 + 5i എഴുതിക്കോളൂ. അത് എഴുതിയതിന് ശേഷം എക്സാമ്പിൾ 2 നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ആദ്യം 2 × 1, ഞാൻ ഒന്നിന് മാത്രം ഇങ്ങനെ ആരോ മാർക്കൊക്കെ ഇട്ട് കാണിച്ചിട്ടുണ്ട്. എല്ലാത്തിനും അങ്ങനെ എഴുതണ്ട, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് 2 × 1 2, 2 × 5i 10i, പിന്നീട് 3i × 1 3i, 3 × 5 15i². ഈ I² = -1 എന്ന് ഞാൻ ഒന്നാമത്തെ എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ +15 എന്നുള്ളത് -15 എന്നായിട്ട് മാറും. 13i നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇവിടേക്ക് വരുമ്പം കണ്ടോ, ഫസ്റ്റ് സെക്കൻഡ് സെക്കൻഡ്. ഓക്കെ, എല്ലാ സ്റ്റെപ്പുകളും മിനിമം ഈ 3 സ്റ്റെപ്പെങ്കിലും നിങ്ങൾ എഴുതി വെക്കണം, അല്ലെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആയി പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ 6ന്റെ കൂടെ ചേരാൻ പറ്റിയ ഒരാളുള്ളത് ഇവിടെ 30i² ആണ്. പക്ഷെ അത് +30 ആയിട്ട് മാറും. +30 വരാനുള്ള കാരണം I² = -1. ഒരിക്കലും നിങ്ങൾ മറക്കരുത് കേട്ടോ. I² = -1 എന്നുള്ള സംഭവം ഈ ചാപ്റ്ററിൻ്റെ എസെൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു. മാത്രമല്ല മൾട്ടിപ്ലിക്കേഷൻ അത് പ്രത്യേകം ഓർത്ത് വെക്കുക. I² ആൻസർ -1 ആണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഈ 2 എക്സാമ്പിൾസിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നീങ്ങാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, Z1 = 2 - 5i, Z2 = 3 + 6i, ഫൈൻഡ് Z1 Z2 ആൻഡ് Z2 Z1. 2 ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. നോക്കാം നമുക്ക്. ആദ്യം ഞാൻ എഴുതുന്നത് Z1 Z2 ആണ് കേട്ടോ, ഇൻറ്റു ചെയ്യാനുള്ള ചോദ്യമാണ്. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക് ആൻസർ? 2 - 5i. നിങ്ങൾ എഴുതിക്കോ, നമുക്ക് ഒരുമിച്ചാണ് ആൻസർ എഴുതുന്നത്. 2 - 5i ഇൻറ്റു 3 + 6i അടുത്തടുത്ത് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യം 2 × 3 എത്രയായിരിക്കും? 6 പ്ലസ് ആണല്ലേ. അടുത്തത് വീണ്ടും പ്ലസ് 12i ആണ് അടുത്തത്. ശരിയല്ലേ? 12i. അടുത്തത് മൈനസും പ്ലസും ആയതുകൊണ്ട് മൈനസ് കൊടുത്തു. 5 3 15 ആണ് അല്ലേ, 15i എന്ന് എഴുതണം. ഓക്കെ, ലാസ്റ്റ് വീണ്ടും മൈനസ് ആണ്, 30i² എന്നാണ്, 30i². ഇനി നമ്മൾ എഴുതൽ ഏതായിരിക്കും നോക്കൂ നിങ്ങൾ. ഈ 6ന്റെ കൂടെ ഞാൻ എഴുതുന്നത് +30 എഴുതാണ്. 6 + 30. അടുത്തത് ഇവിടെ -12i മൈനസ്, ഇത് നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യമാണെന്ന് തോന്നുന്നു അല്ലേ. കുഴപ്പമില്ല, ഒരു കൂടി എഴുതിക്കോളൂ. സോ ദ ആൻസർ ഈസ് 36 - 3i എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി നമ്മൾ Z2 × Z1 ചെയ്താലോ, ആദ്യം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും നോക്കാം നമുക്ക്. 3 + 6iയുടെ കൂടെ Z1 എന്താണ്? 2 - 5i ചെയ്യുന്നു. സാധാരണ മൾട്ടിപ്ലിക്കേഷൻ 3 × 2 6 തന്നെ ആൻസർ കിട്ടും. 3 × -5i -15i +12i. ഞാൻ സ്പീഡിൽ എഴുതാം കേട്ടോ. -6 × 5 30
i². അപ്പോൾ നമ്മൾ ആദ്യം 6ൻ്റെ കൂടെ ഏത് എഴുതണം? +30 എന്ന് എഴുതുന്നു. അടുത്തത് മൈനസ്, പിന്നെ -15 12 ചേർത്താൽ -3i എന്ന് കിട്ടുന്നു. സോ ദ സെയിം ആൻസർ തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിൽ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. Z1 ഇൻറ്റു Z2ൻ്റെ അതേ ആൻസർ തന്നെയല്ലേ Z2 ഇൻറ്റു Z1. അതുകൊണ്ട് പ്രോപ്പർട്ടീസ് പറയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് എല്ലാം അതിൽ ഹോൾഡ് ചെയ്യും. ഓക്കെ, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് മനസ്സിലായല്ലോ. കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് കൂടെ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 26 ആണ്. റൈറ്റ്, ഫൈൻഡ് 1 + √2i 1 + √2i ഇൻറ്റു √2 മൈനസ് √2i. ഈ ഐൻ്റെ അകത്ത് റൂട്ട് എഴുതരുത്, ഐ എപ്പോഴും റൂട്ടിൻ്റെ പുറത്തായിരിക്കും. ഓക്കെ, ഇതൊന്ന് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ചോദ്യമാണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. എങ്ങനെ ചെയ്യും? യെസ്, 1 ഞാൻ ഒന്നും കൂടെ എഴുതാണ്. √2i ഇൻറ്റു √2 മൈനസ് √2i ഈക്വൽസ്, ആദ്യം ഏതാ ചെയ്യേണ്ടത്? 1 × √2. എന്താ 1 × √2? യെസ്, 1 × √2 തന്നെ. അടുത്തത് 1 ഇൻറ്റു തന്നെ. 1 എന്ന് കഴിഞ്ഞിട്ട് രണ്ടാമത്തിലേക്ക് പോകാൻ പാടുള്ളൂ. 1 ഇൻറ്റു -√2, മൈനസ് ആണ് എഴുതുക. √2i എന്ന് കിട്ടും. √2i. അപ്പോൾ രണ്ടെണ്ണം കഴിഞ്ഞു, 1ൻ്റെ 2ഉം കഴിഞ്ഞു. ഇനി ഇതാണ് ചെയ്യുന്നത്. ഏത്? √2 ഇൻറ്റു √2i അല്ലേ. രണ്ടും പ്ലസ് ആണ്, അതുകൊണ്ട് പ്ലസ് കൊടുത്തു. √2 ഇൻറ്റു √2 എന്ന് പറഞ്ഞാൽ 2 തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ 2 എന്ന് എഴുതിയാൽ പോരെ, 2i എന്ന് എഴുതി. ഓക്കെ, അവസാനത്തെ പദം നോക്കൂ, പ്ലസും മൈനസും ആണ് അല്ലേ. അപ്പോൾ മൈനസ് കൊടുത്തു. √2 ഇൻറ്റു √2 വീണ്ടും വന്നിട്ടുണ്ട്, 2 വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ i² ഉണ്ട്, കണ്ടില്ലേ, i × i². അപ്പോൾ ഈ 4 പദങ്ങൾ എഴുതുന്നു. ഇനി നമ്മൾ ഈ √2ൻ്റെ അടുത്ത് എഴുതുന്നത് ഈ 2 ആണ് അല്ലേ. അത് മൈനസിൽ എന്തായിട്ട് മാറും? പ്ലസ് ആവും, കാരണം ഇവിടെ i² ഉണ്ട്. അടുത്തത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒന്ന് √2i ആണ്, ഒന്ന് 2i ആണ്. അത് ക്ലബ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തൽക്കാലം നമുക്ക് ഇങ്ങനെ എഴുതാം. i എന്ന് എഴുതിയതിൻ്റെ ശേഷം ബ്രാക്കറ്റ് കൊടുക്കുന്നു. ഐയുടെ കൂടെ കാണുന്ന നമ്പേഴ്സ്, ഇവിടെ 2 കാണുന്നുണ്ട്, ഇവിടെ -√2 കാണുന്നുണ്ട്. അത് രണ്ടും അടുത്തെടുത്ത് എഴുതി. ഇതും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആൻസർ അതുപോലെ അങ്ങനെ എഴുതാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ എഴുതാം, ഒരു ഓർഡറിൽ എഴുതാണ്. 2 + √2 എന്ന് എഴുതി, പ്ലസ് i ഇൻറ്റു 2 - √2 എന്ന് എഴുതി. അപ്പോൾ ഇതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 + √2, ഇമാജിനറി പാർട്ട് 2 - √2. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. √2 ഇൻറ്റു √2 ഒക്കെ 2 ആണ് മനസ്സിലാക്കി വെക്കുക അല്ലേ. √2 ഇൻറ്റു √2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യെസ്, 2 ആണ്. അതിവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ i² എന്ന് പറഞ്ഞാൽ എന്താണ്? -1. ഒരിക്കലും മറക്കരുത്, i² = -2. അതുകൊണ്ടാണ് ഇവിടെ ഈ -2i² എന്നുള്ളത് ഇവിടെ +2i മാറി. ക്ലിയർ ആണല്ലോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 27. സിംപ്ലിഫൈ. ചോദ്യങ്ങൾ പല മോഡലിൽ വരും കേട്ടോ. സിംപ്ലിഫൈ, ഇവാലുവേറ്റ്, കാൽക്കുലേറ്റ് അങ്ങനെയൊക്കെ വരും. പക്ഷേ ഒക്കെ ഒരേ സംഭവം തന്നെ ആയിരിക്കും. 3 + 4i ഇൻറ്റു 3 - 4i. നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. അതെങ്ങനെ എഴുതാം? 3 + 4i ഇൻറ്റു 3 - 4i ഈക്വൽസ്, എങ്ങനെ ചെയ്യാടോ? 3 × 3 9 അല്ലേ. 3 × -4i -12i. അടുത്തത് പ്ലസ് 4 × 3 12 അല്ലേ. 12i എന്നുണ്ട്. ലാസ്റ്റത്തത് വീണ്ടും മൈനസ് ആണ്. 4 × 4 16 i² എന്ന് എഴുതി. ഓക്കെ, മൈനസ് എഴുതുന്ന വന്നത് 4 × -4 അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഈ 9ൻ്റെ കൂടെ നമ്മൾ ഏത് എഴുതും? ഈ 16 -16 എന്തായിട്ട് മാറും? +16 എന്നായിട്ട് മാറും. ഈ -12iയും +12iയും ക്യാൻസൽ ചെയ്യും. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 25 എന്നാണ് ഇതിൻ്റെ ആൻസർ. ഇനി ഈ ക്വസ്റ്റ്യൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കൂ നിങ്ങൾ. നമ്മൾ പണ്ട് പഠിച്ച A+B × A-B എന്നുള്ള മോഡലല്ലേ. അങ്ങനെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് മറ്റൊരു മോഡൽ ഞാനിവിടെ ആൻസർ എഴുതാണ്. നിങ്ങൾക്കും അത് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, 3 + 4i ഇൻറ്റു 3 - 4i നമുക്ക് എങ്ങനെ വായിക്കാം? A+B × A-B. എന്തായിരുന്നു A+B × A-B? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഞാനിവിടെ എഴുതാം. A+B × A-Bയുടെ ആൻസർ A² - B² എന്ന് പഠിച്ചിട്ടുണ്ട് പണ്ട്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ എങ്ങനെ ആയിരിക്കും? അതേ മോഡലാണ്. A+B × A-B. ഇവിടെ A എന്ന് പറഞ്ഞാൽ 3 ആണ്, B
ബി എന്ന് പറഞ്ഞാൽ 4i ആണ്, ഐ മറക്കാൻ പാടില്ല. അതുകൊണ്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ഇതാണ് എ സ്ക്വയർ മൈനസ് ബി എന്ന് പറഞ്ഞാൽ 4i ആണ്, ബി സ്ക്വയർ എന്ന് ഇങ്ങനെ എഴുതണം. ഓക്കെ, അത് മറക്കരുത്. ബ്രാക്കറ്റ് 3യുടെ സ്ക്വയർ നമുക്കറിയാം 9 ആണ്, മൈനസ് ഇടുന്നു. ഇവിടെ 4i സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 16i സ്ക്വയർ ആണ്. പക്ഷേ ഐ സ്ക്വയറിൻ്റെ പ്രസൻസ് കൊണ്ട് ഇത് 16 എന്നായിട്ട് മാറും. സോ ദ ആൻസർ ഈസ് 25 നമുക്ക് ആൻസർ കിട്ടും. ഇത്രയൊന്നും റിസ്ക് ഇല്ല, അത് പെട്ടെന്ന് ആൻസർ എഴുതാൻ പറ്റും. ഈ ഒരു എക്സ്പാൻഷൻ നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും എഴുതിയെടുക്കാവുന്നതാണ്. ഓക്കെ, വേണമെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ ഇതിൻ്റെ അഡീഷണൽ ആയിട്ട് ഇവിടെ കൂട്ടിച്ചേർക്കാം കേട്ടോ. ഇപ്പം 27 ഒരു ബി എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. ഇപ്പോൾ നോക്കൂ, 1+i × 1 - i ചോദിച്ചാൽ നമുക്ക് നേരിട്ട് ആൻസർ എഴുതാം. എങ്ങനെ എഴുതാം? 1+i × 1 - i, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നല്ലേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇത് മൈനസ് ആണ്, ബി ഇവിടെ ഐ ആണ്. അപ്പോൾ ആൻസർ 1. ഇത് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ് വരിക. അപ്പോൾ 1 + 1 = 2 എന്ന് നമുക്ക് നേരിട്ട് ആൻസർ കിട്ടും. ഈ ഒരു ഐഡൻറ്റിറ്റിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കൃത്യമാണുള്ള കാര്യങ്ങൾ. a - b × a + b = a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ക്വസ്റ്റ്യൻ നമ്പർ 28 ആണ് നമ്മൾ ചെയ്യുന്നത്. സിംപ്ലിഫൈ എന്നുള്ള ചോദ്യം തന്നെ എഴുതാം കേട്ടോ. സിംപ്ലിഫൈ 1+i the whole square. 1+i the whole square സിംപ്ലിഫൈ ആണ്. നമ്മളിവിടെ a + b whole square ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, എന്താ a + b whole square? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. a + b whole square 1+i the whole square. ആദ്യം a സ്ക്വയർ അല്ലേ? a സ്ക്വയർ പ്ലസ് 2ab എന്നല്ലേ? 2 × 1 × i 2ab പ്ലസ് b സ്ക്വയർ. ശരിയല്ലേ? അപ്പോൾ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെ ആയിരിക്കും. 1 + 2i. ഇവിടെ i സ്ക്വയർ എന്തായിട്ട് മാറും? -1 ആയിട്ട് മാറും. 1ഉം -1ഉം ക്യാൻസലായി. സോ ദ ആൻസർ ഈസ് 2i എന്ന് ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 28. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 29 ആണ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 29 നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട ചോദ്യമാണ്. ഞാൻ ഇവിടെ എഴുതാം, നിങ്ങൾ സ്വന്തമായിട്ട് സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, ഫൈൻഡ് എന്നാണ് ചോദ്യം. ഫൈൻഡ് 1+i × 2 + 3i. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. ഓക്കെ, ഇത് 29 അത് മതി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 30 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 30 നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട ചോദ്യമാണ്. റൈറ്റ് ഇഫ് z1 = 3 - 5i, z2 = -4 + 6i. അങ്ങനെ രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്, ഫൈൻഡ് റിയൽ പാർട്ട് ഓഫ് z1 × z2 ആണ് ചോദ്യം. നിങ്ങൾ z1 × z2 നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യുന്നു. എന്നിട്ട് ആൻസറിൻ്റെ റിയൽ പാർട്ട് എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 31. z1 തന്നിട്ടുണ്ട് 1+i, z2 3 + 4i, z3 -2 + 2i. ഫൈൻഡ്. അതിൽ 3 ചോദ്യങ്ങളുണ്ട്. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട ചോദ്യമാണ്. ചോദ്യം ഇതാണ്, ഫൈൻഡ് z1 × z2. z1 × z2 and z2 × z1. ഇൻറ്റു എന്നുള്ളതിന് ഇൻറ്റു എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇൻറ്റു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്, നിർബന്ധമില്ല. പിന്നീട് രണ്ടാമത്തെ ചോദ്യം, z1 × z2 + z3. അതിനുശേഷം മൂന്നാമത്തെ ചോദ്യം, z1 z2 + z1 z3. ഓക്കെ, ഈ 3 ചോദ്യങ്ങൾ ചെയ്യുക. 32ാമത്തെ ചോദ്യം. പിന്നെ ഈ 3 ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ കണ്ടിന്യൂസ് സീക്വൻസിൽ തന്നെ ചെയ്യുക. അതിൻ്റെ ഒന്നുകിൽ അത് ചെയ്തതിന് ശേഷം ഈ ചോദ്യം എഴുതിയെടുക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു പേജ് ഒഴിവാക്കിയിട്ടിട്ട് അടുത്ത ചോദ്യത്തിൻ്റെ ആൻസർ എഴുതുക. ഇത് ഞാൻ ചെയ്തു തരാം. 1 - i the whole square നമുക്ക് ചെയ്യാവുന്നതാണ്. 1 - i the whole squareൻ്റെ ആൻസർ
എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് അല്ലേ. എ സ്ക്വയർ മൈനസ് 2ab 2 ഇൻറ്റു 1 ഇൻറ്റു ഐ അല്ലേ, 2ab എന്നായി പ്ലസ് ബി സ്ക്വയർ, ബി എന്ന് പറഞ്ഞാൽ ഐ അല്ലേ, ഐ സ്ക്വയർ. എ മൈനസ് ബി ഹോൾ സ്ക്വയർ കറക്റ്റാണ് അപ്ലൈ ചെയ്ത്. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ എന്തായിരിക്കും 1 ഇവിടെ എഴുതി, ഇവിടെ മൈനസ് 2i, അടുത്ത വീണ്ടും -1 തന്നെയാണ് ഐ സ്ക്വയർ. അപ്പോൾ ഈ 1 -1 ക്യാൻസൽ ചെയ്താൽ ആൻസർ -2i എന്നായിരിക്കും. അതാണ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ. നേരത്തെ നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ചെയ്തിരുന്നു, ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ് നമുക്ക് പറയേണ്ടത്. ഓക്കെ, ഇത് കൃത്യമായിട്ട് എഴുതിയതിന് ശേഷം നമുക്ക് പ്രോപ്പർട്ടീസിനെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി നേരത്തെ പ്രോബ്ലം ചെയ്തപ്പോൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി ഈ പ്രോപ്പർട്ടീസ്. ഓക്കെ, ഒന്നാമത്തെ പ്രോപ്പർട്ടി ക്ലോഷർ ലോ ആണ്. അതായത് ക്ലോഷർ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറും എന്തായിരിക്കും, ഒരു കോംപ്ലക്സ് നമ്പർ തന്നെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ഈസ് ക്ലോസ്ഡ് എന്ന് പറയാം. കോംപ്ലക്സ് നമ്പേഴ്സ് ഈസ് ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് പറയാം. ക്ലിയർ ആണല്ലോ? അതാണ് പ്രോഡക്റ്റ് ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് ഈസ് അഗെയിൻ എ കോംപ്ലക്സ് നമ്പർ. ഇതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. രണ്ട് ഓരോന്ന് നിങ്ങൾ എഴുതി വെച്ചാൽ മതി, വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. രണ്ടാമത്തെ പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റീവ് ലോ ആണ്. കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് Z1 ഇൻറ്റു Z2 ചെയ്താൽ കിട്ടുന്ന ആൻസറും Z2 ഇൻറ്റു Z1 രണ്ടും സെയിം ആയിരിക്കും. നമ്മൾ നേരത്തെ പ്രോബ്ലം ചെയ്തപ്പോൾ അത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. Z1 ഇൻറ്റു Z2 ഈസ് സെയിം ആസ് Z2 ഇൻറ്റു Z1. അപ്പോൾ നമ്മളോട് ഏത് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചോദിച്ചാലും ഏത് നമ്പറും നിങ്ങൾക്ക് ഫസ്റ്റ് എഴുതാവുന്നതാണ്. അതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. മൂന്നാമത്തത് അസോസിയേറ്റീവ് ലോ അല്ലെങ്കിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്നൊക്കെ പറയും. കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ്. If Z1, Z2, Z3 are any three complex numbers, then Z1 into Z2 into Z3 is equal to Z1, Z2 into Z3. ഇതിന് പറയുന്ന പേരാണ് അസോസിയേറ്റീവ് ലോ. നിങ്ങൾ യൂണിയനിലും ഇൻ്റർസെക്ഷനിലെല്ലാം ഈ ലോ പഠിച്ചിട്ടുണ്ട്. A യൂണിയൻ B യൂണിയൻ C is equal to A യൂണിയൻ B യൂണിയൻ C എന്ന് പറയുന്ന പോലെ അവിടെ യൂണിയൻ അസോസിയേറ്റീവ് ആയിരുന്നു. ഇവിടെ ഇൻറ്റു എന്നുള്ള ഓപ്പറേഷൻ, മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ഓപ്പറേഷനാണ് അസോസിയേറ്റീവ്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ പ്രോപ്പർട്ടിയാണ്. കമ്മ്യൂട്ടേറ്റീവ് ലോ, അസോസിയേറ്റീവ് ലോ എന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഓപ്പറേഷൻ അനുസരിച്ച് അത് ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അടുത്തത് വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി. ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ എലമെൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതേ നമ്പർ തന്നെ ആൻസർ കിട്ടും. ദാറ്റ് നമ്പർ ഈസ് കാൾഡ് 1 ഈസ് കാൾഡ് ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലുള്ള ഐഡൻറ്റിറ്റിയാണ് 1. അഡീഷൻ്റെ കേസിൽ നമ്മൾ 0 ആണെന്ന് പറഞ്ഞിരുന്നു. കാരണം സെഡിൻ്റെ കൂടെ 0 പ്ലസ് ചെയ്താലാണ് സെഡ് തന്നെ ആൻസർ കിട്ടുക. ഓക്കെ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ആരാണ് ഐഡൻറ്റിറ്റി? 1 ഈസ് കാൾഡ് ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എനി കോംപ്ലക്സ് നമ്പർ z നോട്ട് ഈക്വൽ ടു 0 there exists a 1 by z such that z into 1 by z equal to 1 by z into z. ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും 0 അല്ലാത്ത ഏതൊരു കോംപ്ലക്സ് നമ്പറിനും നമ്മൾ 1 by റെസിപ്രോക്കൽ എഴുതാൻ പറ്റും, 1 by z. ഈ 1 by z പറയുന്ന പേരാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് z. മൾട്ടിപ്ലിക്കേറ്റീവ് ഓഫ് ഇൻവേഴ്സ് ഓഫ് z ഉപയോഗിക്കുന്ന സിമ്പൽ 1 by z നമുക്ക് z റേസ്ഡ് -1 എഴുതാമല്ലോ. z ഇൻവേഴ്സ് എന്നാണ് ഇത് വായിക്കേണ്ടത്, z ഇൻവേഴ്സ്. ഇപ്പോൾ z ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ഇൻവേഴ്സ് ഓഫ് z, അതാണ് 1 by z. ഓക്കെ, 1 by z പറയുന്ന പേരാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് z. ഓക്കെ, പക്ഷെ അത് ഉണ്ടാവണമെങ്കിൽ z 0 ആകാൻ പറ്റുമോ? ഡിനോമിനേറ്റർ ഒരിക്കലും 0 വരാൻ പാടില്ല. അതുകൊണ്ടാണ് z നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളൊരു ക്ലോസ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഓക്കെ, 0 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവില്ല. 0 അല്ലാത്ത എല്ലാ നമ്പറിനും എന്തുണ്ടായിരിക്കും? ഒരു ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. ആ ഇൻവേഴ്സ് കണ്ടെത്താനുള്ള മാർഗ്ഗം 1 by z ആണ്. ഇതെങ്ങനെ കണ്ടെത്തും എന്നുള്ളത് നമുക്ക് വേറൊരു സെഷനിലായിട്ട് പഠിക്കാനുള്ളതാണ്. കാരണം അത് അറിയണമെങ്കിൽ 1 ഡിവൈഡ് ബൈ z ആണ്. അപ്പോൾ ഡിവിഷൻ മറിഞ്ഞാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മളത് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കും. ഓർത്ത് വെച്ചോളൂ, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 1 by z എന്നാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ പണ്ട് ഒരു അഡീറ്റീവ് ഇൻവേഴ്സ് പഠിച്ചിരുന്നു അല്ലേ? -z പറയുന്ന പേരാണ് അഡീറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ഇൻവേഴ്സ് എന്താണ്? 1 by z. ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നമ്പറിനെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ഐഡൻറ്റിറ്റി കിട്ടണം. ഇവിടെ 1 ആണ് ഐഡൻറ്റിറ്റി. അങ്ങനെയുള്ള നമ്പേഴ്സിനാണ്
പിന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. സാധാരണ റിയൽ നമ്പേഴ്സിൽ നമുക്കറിയാം 5ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് 1/5. രണ്ടും കൂടെ ചെയ്യുമ്പോൾ ആൻസർ 1 കിട്ടും. ഓക്കെ, അപ്പോൾ 1/10ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ്? 10 ആണ്. കണ്ട, 1/10ൻ്റെ ഇൻവേഴ്സ് 10 ആണ്. അപ്പോഴാണ് ആൻസർ 1 കിട്ടുക. അപ്പോൾ ഇതൊക്കെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് തന്നെയാണ്. അതുപോലത്തെ തന്നെയാണ് സെഡിൻ്റെ കേസിൽ 1/z ആണ്. അടുത്ത ലാസ്റ്റ് പ്രോപ്പർട്ടി, നേരത്തെ ഇല്ലാത്തൊരു പ്രോപ്പർട്ടിയാണ്. ഫോർ എനി 3 കോംപ്ലക്സ് നമ്പേഴ്സ് Z1, Z2 ആൻഡ് Z3. ഫോർ എനി 3 കോംപ്ലക്സ് നമ്പേഴ്സ് Z1, Z2 ആൻഡ് Z3. ഇത് കൂട്ടിച്ചേർക്കണം കേട്ടോ. Z1 ഇൻറ്റു Z2 പ്ലസ് Z3 ഈക്വൽ ടു Z1 Z2 പ്ലസ് Z1 Z3. സാധാരണ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ തന്നെ ബ്രാക്കറ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്തതാണ്, കണ്ടില്ലേ? ഇതിന് പറയുന്ന പേര് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്നാണ്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഇങ്ങനെ ഇത്രയും പ്രോപ്പർട്ടീസാണ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതെല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഈ ഒരു പ്രോബ്ലം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്രോബ്ലം നേരത്തെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നമ്പർ ആയിട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ നോക്കുക. Z1 ഇൻറ്റു Z2 പ്ലസ് Z3 ചെയ്താൽ കിട്ടുന്ന അതേ ആൻസർ തന്നെയായിരിക്കും ഇതിൻ്റെ ആൻസറും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ബേസിക് ആയിട്ട് പറയാനുള്ളത്. എല്ലാവരും ആ പ്രോബ്ലംസൊക്കെ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വൺ ആൻഡ് ഓൾ.